പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സന്ധ്യയിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീത ദൈവസഭയുടെ അധ്യക്ഷൻ പാസ്റ്റർ അഖിലാസ് അബ്രഹാം, മറ്റ് എല്ലാ ദൈവദാസന്മാർ, ദൈവദാസിമാർ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വന്ദനം അറിയിക്കുകയാണ്. I thank the Lord for this wonderful opportunity. I greet everybody who are present here, especially Pastor Achilles and family who is a pastor of this church. വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. We are learning from a very important എനിക്ക് വളരെ പ്രയാസം തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ തുടർമാനമായി പങ്കെടുക്കാത്ത പ്രിയപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉൾക്കൊണ്ടുപോകാൻ സമയമെടുക്കുമ്പോൾ വളരെ പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്. And one of the most biggest challenges that I'm facing these days is that a lot of new faces are being added on to these sessions. So I feel that I'm not including a lot of you, but that is some challenge that I'll be trying to overcome. ഇന്ന് ആദ്യമായിട്ട് ഈ രാത്രി വന്നിട്ടുള്ള നിങ്ങൾ ഇവിടെ കഴിഞ്ഞ 2 സെക്ഷനുകളുടെയും ഓഡിയോ ഉണ്ട്. നിങ്ങളതൊന്ന് കേൾക്കണം. അത് നിങ്ങൾ വ്യക്തിപരമായിട്ട് കേട്ടാലേ ഇന്ന് ഞാൻ പറയുന്നതിന്റെ ഗുണം നിങ്ങൾക്കുണ്ടാകുകയുള്ളൂ. Amen. The past 2 sessions, the audio recording would be available with everybody of us. Make sure that you listen to that. Otherwise, what you're going to listen will not make complete sense to you. ഇന്ന് രാത്രിയിൽ ഞാനത് തീർക്കുകയില്ല. ഞാൻ നാളെ പകലും ഞാൻ ഒരു അല്പകാര്യം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ളതിലേക്ക് മാത്രം ഞാൻ എത്തിക്കാം. Amen. This will not end even today. Tomorrow morning also we'll be meditating from portions of this same topic. നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു 4 ദിവസങ്ങൾ കൊണ്ട്. For within these 4 days we meditated on the tricks and the schemes of the enemy. സാത്താനോട് നമ്മൾ പൊരുതണമെന്നതായിരുന്നു അതിന്റെ ആകത്തുക. The totality of the thoughts that we meditated is that we need to fight against sin. സാത്താനോട് പൊരുതി ജയിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടവും പരാജയവും ഉണ്ടാകും. There will be a huge loss if we don't fight against sin or enemy and win over it. രണ്ടാം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ബാലശിക്ഷ എന്ന വിഷയത്തെയാണ്. Then we started meditating on chastisement. ഇത് ദൈവം നമുക്ക് തരുന്ന ബാലശിക്ഷ സ്നേഹത്തിന്റെ ശിക്ഷയാണ്. This is something that the Lord gives to discipline us in the language of love. പൊരുതാതിരുന്നാൽ കർത്താവ് ശിക്ഷിക്കും. I mean, if you don't fight sin or Satan, the Lord will start chastising you. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വേണം ക്രിസ്തീയ ജീവിതം നയിക്കാൻ. That is why we must very carefully live our Christian life. കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നു. സ്നേഹിക്കുന്നവരെ കർത്താവ് ശിക്ഷിക്കുന്നു. The Lord chastises everybody he loves. കർത്താവിന്റെ മക്കൾക്ക് ബാലശിക്ഷ ഉണ്ട്. For every child of God there is a form of chastisement. ശിക്ഷാവിധി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ബാലശിക്ഷ തരുന്നത്. And that it is because we are removed from the eternal judgment, that is why we go through this chastisement phase. 4 ഉദ്ദേശങ്ങളുണ്ട്. There are 4 intentions behind chastising. ഒന്ന്, ദൈവസന്നിധി താഴാൻ വേണ്ടി കർത്താവ് നമ്മെ ശിക്ഷിക്കും. The first reason is so that we become humble in the presence of God. രണ്ടാമത്, കർത്താവ് നമ്മെ കർത്താവിന്റെ വിശുദ്ധിയിലേക്ക്, പാപം വിട്ട് കർത്താവിന്റെ വിശുദ്ധിയിലേക്ക് വളരാൻ കർത്താവ് നമ്മെ ശിക്ഷിക്കും. Second reason is so that we grow into his holiness in our lives. അതാണ് അധികം ഫലം കായ്ക്കാൻ കർത്താവ് തന്നെ ചെത്തിവെടിപ്പാക്കുകയാണ്. That is why the word says for you to become more fruitful he prunes you. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് കർത്താവ് ലോകസ്നേഹം നമ്മൾ വിടണമെന്ന് ആഗ്രഹിക്കുന്നു, ദൈവസ്നേഹത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. The third thing is that the Lord wants us to leave behind our love for the world and be deep rooted in the love that we have for him. അതിനുവേണ്ടി കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നു. That is why the Lord chastises us. 4, നരകത്തിൽ പോകാതിരിക്കാൻ കർത്താവ് ശിക്ഷിക്കുന്നു. Fourth matter is that he wants to make sure that we don't end up in hell. ആരും മൊബൈലൊന്നും എടുക്കരുത്. നിങ്ങൾ എന്നെ തന്നെ നോക്കിയിരുന്നോണം. Don't make sure that you don't meddle with your phone. Make sure you're focused here. എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ മൊബൈലൊക്കെ ഇരുന്നാൽ പിന്നെ കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ നിങ്ങൾ ഇന്ന് കൊണ്ട് ഒരു തീരെ തടുക്കും. If you are distracted, you wouldn't get anywhere. Today we'll make sure that a lot of things are dealt with. ഇന്ന് രാത്രി കഴിയുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവും. From tonight there will be a sense of fear. അത് ദൈവഭയമായിരിക്കും. That will be the fear of God. അതുകൊണ്ട് ഞാൻ അല്പ ക്രൂരമായ ഭാഷ ഉപയോഗിക്കും. Therefore we're going to get into some cruel languages. അത് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ എടുത്ത വിഷയം അത്ര ഗൗരവമാണ്, അതുകൊണ്ടാണ്. I'm using those terminologies because the topic that we are learning is so serious. അതുകൊണ്ട് അല്പം ശ്രദ്ധ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Therefore I expect a certain amount of concentration and focus tonight. പോകാതിരിക്കാൻ കർത്താവ് ശിക്ഷിക്കുമെന്നുള്ളത് കഴിഞ്ഞ പകൽ വന്നവർക്ക് ഏകദേശം ഒരു കാര്യം പിടികിട്ടിയിട്ടുണ്ട്. This morning those who attended the sessions understood
understood why the Lord chastises so that you don't end up in ഇന്ന് hell. ഞാൻ പറയാൻ പോകുന്നത് എങ്ങനായിരിക്കും കർത്താവ് ശിക്ഷിക്കുന്നത്. Tonight we're going to meditate on how he will chastise. ഇത് എല്ലാ ദൈവമക്കളും അറിയേണ്ട And കാര്യമാണ്. this is something that we need to be aware of as a child of God. കർത്താവ് ശിക്ഷിക്കുന്നതിന് കൃത്യമായ ഉദ്ദേശം ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെ ശിക്ഷിക്കുമെന്ന് നാം അറിയണം. We learned about the intentions behind the Lord disciplining and chastising us. Now we need to know how he executes that. 4 ഉദ്ദേശങ്ങൾക്ക് വേണ്ടി കർത്താവ് 4 നിലയിൽ ശിക്ഷിക്കുന്നു. There are 4 reasons in 4 ways the Lord would correct or chastise us. കർത്താവിന്റെ ബാലശിക്ഷയ്ക്ക് 4 ഘട്ടമാണുള്ളത്. There are 4 phases to which this chastisement is executed. ബാലശിക്ഷ തുടങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. There's a certain position where it begins. അത് മേലോട്ട് കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. And it's intensive. It gets intense and intense as it goes beyond. ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. There may be questions that would arise as you hear it in the beginning. ആദ്യമായി ലൈവ് കേൾക്കുന്നവർക്കും സംശയം ഉണ്ടാകും. And there will be also doubts arising in people who are listening to or tuning into us for the first കാരണം time. കഴിഞ്ഞ 2 സെക്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. That is because you haven't heard the previous 2 sessions. അതുകൊണ്ട് കർത്താവിന്റെ ശിക്ഷയുടെ 4 ഭാഗങ്ങളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. 1 കൊരിന്ത്യർ 11:30 വാക്യം ശ്രദ്ധിക്കുക. Let's meditate on the first portion, 1 Corinthians chapter 11 verse 30. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. That is why many of you are weak and ill and some have died. ഇവിടെ എഴുതിയിരിക്കുകയാണ് ബാലശിക്ഷയുടെ 1-ാം ഭാഗം ബലഹീനത. The first part of chastisement is that you become weak. അവിടെ അസ്തനസ് എന്നൊരു പദമാണ് ഉപയോഗിക്കുന്നത്. Astenos is the root word that is used in that അത് place. ഒരു സിംപ്റ്റംസ്, രോഗലക്ഷണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. That calls out to the meaning of symptoms of things in our body, weaknesses in our body. ശരീരത്തിൽ വിവിധ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ നമുക്കുണ്ട്. Symptoms of several sicknesses in our body. നമ്മുടെ അസ്വസ്ഥതകളൊക്കെ ഡോക്ടേഴ്സിനോട് പറയുമ്പോൾ അവരാണ് അത് സ്ഥിരീകരിക്കുന്നത് ഏത് രോഗമാണ്. When we list down our discomforts to a doctor, that is when he decides on what kind of a sickness you're going through. നമുക്ക് പറയുന്നു തലയ്ക്ക് ചുറ്റും എഴയുന്ന പോലെ വേദന, തലയ്ക്ക് വല്ലാത്ത ഭാരം, ഒരു വശത്ത് ബോധം മറയുന്നു, അപ്പോൾ തന്നെ ഒരു ഭാഗം കുഴഞ്ഞു വീഴുന്ന പോലെ തോന്നുന്നു. Heaviness in our head, imbalance in our body, several discomforts that we are going through. This is how we list to a doctor. അപ്പോൾ ഡോക്ടർ പറയുന്നത് MRI എടുക്കാനാ പറയുന്നത്. That is when the doctor says you need to go through an MRI scan. എന്തിനാണ് MRI എടുക്കുന്നത്? Why do we need to go through an MRI scan? ബ്രെയിൻ ട്യൂമറിന്റെ സിംപ്റ്റം ആണ്. And this is the symptom for a brain tumor. അപ്പോൾ സ്കിന്നിൽ കളർ മാറിയാൽ വേറെ രോഗമാണ്. If you have a discoloration in your skin, that is a different disease. രോമത്തിനും കളർ മാറുന്നെങ്കിൽ വീണ്ടും പ്രശ്നമാണ്. If your hair on your body changes color, that is another issue. സൂചിക്ക് കുത്തി വലിക്കുന്ന പോലെ ഇടതുവശത്തുണ്ടായാൽ വേറെ പ്രശ്നമാണ്. If you have a pricking pain on the left side of your body, that is another issue. കണ്ണിന്റെ ഒരു ഭാഗത്ത് ബ്ലർ ആയിട്ട് ഒരു ഭാഗം നിൽക്കുന്നെങ്കിൽ അത് വേറെ രോഗമാണ്. If one side of your vision is blurred out, that will be another issue. 3 ആഴ്ചയായിട്ട് ചുമ മാറുന്നില്ല, കഫത്തിന് 2 കളർ ഷെയ്ഡ് ഉണ്ട്, യെല്ലോ വൈറ്റ്, അത് ഞാൻ പറയുന്നില്ല, രോഗം വേറെയാണ്. 3 weeks onwards we're continuously coughing and there is a discoloration in our phlegm. That means that is different. എരിഞ്ഞ് കീറി വരുന്നു, പുളിച്ച് തകട്ടി വരുന്നു, വല്ലാത്ത പുകച്ചിൽ, ഇത് വേറെ രോഗമാണ്. There is a burning sensation inside of us. That is definitely a whole different case. കണ്ണിൽ ഇരുട്ട് കയറുന്നു, വേറെ പ്രശ്നമാണ്. And your eyes are going dark. That means another case. എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടേ നമ്മൾ ചരിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു, ഇത് വേറെ പ്രശ്നമാണ്. You lose imbalance when you get imbalanced when you are standing. That is another disease. അങ്ങനെ പലതും നമ്മൾ ഡോക്ടേഴ്സിനോട് പറയുമ്പോൾ അവരെല്ലാ നിലകളിലും ടെസ്റ്റുകൾ നടത്തുന്നു. ടെസ്റ്റുകളൊക്കെ നടത്തി നമ്മളൊരു വലിയ ഫയലുമായി ഡോക്ടറുടെ മുൻപിലേക്ക് ചെല്ലുകയാണ്. And what happens is when we say list down all these symptoms, he examines us, he conducts several tests, and with a huge folder we get back to the doctor. ടെസ്റ്റ് ചെയ്തു, കഫം ടെസ്റ്റ് ചെയ്തു, സ്റ്റൂൾ ടെസ്റ്റ് ചെയ്തു, എക്കോ എടുത്തു, TMT എടുത്തു, ECG എടുത്തു, EEG എടുത്തു, അങ്ങനെ എല്ലാ ടെസ്റ്റും നടത്തി. At this point we've conducted all the medical tests, whatever is possible on our body. അദ്ദേഹം അതെല്ലാം മറിച്ചു നോക്കി. After examining and going through all of those, നമ്മളോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. and doctor says there's no problem, nothing to be seriously നമ്മൾ concerned about. അദ്ദേഹത്തെ അന്താളിച്ചു നോക്കുകയാണ്. And that is when we are so surprised and give him a look. എനിക്കിപ്പോഴും ആ തലവേദനയുണ്ട്. And I still have the headache. എനിക്കിപ്പോഴും ആ ബാലൻസ് പ്രോബ്ലം ഉണ്ട്. I still have the issue of balance. എന്റെ സ്കിന്നിൽ ആ കുരുക്കളുണ്ട്. I still have issue with my skin. എന്റെ മുടി കൊഴിയുന്നുണ്ട്. And my hair is falling. എന്റെ സ്കിന്നിൽ അവിടെ മുഴകൾ വരുന്നുണ്ട്. There are problems, swellings on my skin. ഈ പെട്ടെന്ന് എനിക്ക് തളർച്ച വരുന്നുണ്ട്. And I actually lose balance
balance of my body or energy of my എന്റെ body soon. അസ്ഥിക്കകത്ത് നല്ല പുകച്ചിലുണ്ട്. And I have burning sensation inside of me. എനിക്ക് ചുമ മാറുന്നില്ല. And this cough is not leaving me. എനിക്ക് പലപ്പോഴും അസ്വസ്ഥത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. I have several discomforts that are continuing again and again. പക്ഷെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. But the doctor, after examining all these tests, he is saying you have no problem. നമ്മുടെ ചിന്ത അദ്ദേഹത്തിന് ഒന്നും അറിയില്ലെന്നാണ്. Our thought is that he doesn't know anything. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കൊരു കുഴപ്പമില്ല. And he clearly examines and testifies that you have no problem medically. ഇവിടെ വന്ന എല്ലാ റിപ്പോർട്ടിൽ നിന്നും നിങ്ങൾക്കൊരു കുഴപ്പമില്ല. From all the medical reports that are in front of him, he says for sure you have no problem. പക്ഷെ നമുക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ചില അസ്വസ്ഥതകൾ ശരീരത്തിലുണ്ട്. But there are some discomforts that only we are aware of, only we can examine. എന്താണ് ഇതിന്റെ കാരണം? What is the reason behind this? മെഡിക്കൽ സയൻസിന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത ഒരാൾ നിങ്ങളെ തൊട്ടു കഴിഞ്ഞു. There is a person who is touching you that the medical science lenses cannot discover. അത് കർത്താവിന്റെ കരമാണ്. It is the hand of God. കർത്താവ് നിന്നെ ഒന്ന് സ്കാൻ ചെയ്തു The കഴിഞ്ഞു. Lord scanned you. എവിടെയോ നിന്നിൽ കുറവ് കണ്ടു കഴിഞ്ഞു. And he saw some sort of a weakness inside of you. നിന്നെ മടക്കി വരുത്താൻ കർത്താവ് നിന്റെ ജഡത്തെ അടിക്കുകയാണ്. The Lord wants to restore you back into his complete will. That is why he's chastising your body. ഇത് മാറ്റാൻ ലോകത്തിലെ ഒരു മരുന്നിനും കഴിയത്തില്ല. No medicine can treat this sort of a discomfort. ഇന്നും പലരും ഇങ്ങനെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ട്. There are a lot of people who are hearing me going through similar situations. അത് ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കി തരാം. I'll simplify it for you in a better manner. ചിലർ പറയുന്നുണ്ട് പാസ്റ്റർ എനിക്ക് പിന്നെയും ഡോക്ടർ മെഡിസിൻ തന്നല്ലോ. Some people say pastor doctor prescribed medicines again. പക്ഷെ അദ്ദേഹം തരുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? Did you take note of the words that he told you before prescribing it again? ഇതൊരു 3 ദിവസം കഴിച്ചു നോക്കാം. Try testing this medicine out for 3 days. നോക്കാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൃത്യമായിട്ട് അദ്ദേഹത്തിനും പിടികിട്ടിയിട്ടില്ല ഇത്. Test it out, try it out means he also does not have a clear picture of what you are actually going through. Let's try this out. പറഞ്ഞത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കഴിക്കണ്ട, ഇത് തുടരണ്ട, ഒന്നുകൂടി വരണം. That is why he says after 3 days if this symptoms continue, don't continue this medicine, come back again. ഇങ്ങനെ മരുന്ന് കഴിച്ച് ജീവിതത്തെ അപകടത്തിലാക്കാതെ ഇന്ന് രാത്രി കർത്താവിന്റെ മുമ്പിൽ സറണ്ടർ ആകണം. Without putting yourself into more danger by eating unwanted medicine, surrender in front of the Lord. ബാലശിക്ഷയുടെ ഒന്നാം ഘട്ടം രോഗലക്ഷണങ്ങൾ കൊണ്ടുള്ള അടിയാണ്. The first phase of chastisement is undiscovered symptoms that we have in our body. കർത്താവ് തലവേദന തന്നത് ഹോസ്പിറ്റലിലോട്ട് പോകാനല്ല. Amen. The Lord may have given you a headache not for you to end up in a hospital. പാപത്തെ വിട്ട് കർത്താവിങ്കിലേക്ക് വരാൻ. It is so that you leave the sin behind you and come closer to God. കർത്താവിന്റെ സ്നേഹത്തിൽ നിൽക്കാനാ. He wants you to be deep rooted in the love for God. ലോക സ്നേഹം വിട്ടിട്ട് കർത്താവിനോട് കൂടുതൽ ഇഴുകിച്ചേരാൻ. He wants you to be conformed to him, not to the world. കർത്താവിന്റെ വിശുദ്ധിയിലേക്ക് വളരാൻ വേണ്ടിയാണ്. It is so that we grow up into his holiness. അതിനുവേണ്ടി കർത്താവ് അടിക്കുന്നത് രോഗലക്ഷണങ്ങൾ കൊണ്ടാണ്. And the first way he will touch your life is through symptoms that you cannot understand. നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിനെയും ഡോക്ടറെ ആശ്രയിച്ച് നമ്മൾ പ്രതിരോധിക്കാൻ നോക്കും. That is when we try to resist these things by going back to hospitals and doctors again and again. കർത്താവ് അടി കൂട്ടാൻ തുടങ്ങും. And he will start intensifying his face. അവിടെ എഴുതിക്കുന്നതാണ് ബലഹീനർ പിന്നീട് രോഗികൾ എന്നാണ്. And that is when it is written you are weak and become ill. ബാലശിക്ഷയുടെ രണ്ടാം ഘട്ടം രോഗമായി മാറാൻ പോകുന്നു. And the second thing is so that you become sick or ill. എല്ലാ രോഗവും ബാലശിക്ഷയല്ല. All sicknesses are not part of chastisement. കർത്താവിന്റെ അരികിൽ ശിഷ്യന്മാർ ചോദിച്ചു, റബ്ബി ഇവൻ ഇങ്ങനെ കുരുടനാകാൻ കാരണം ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തിട്ടാണോ? ഉടനെ കർത്താവ് പറഞ്ഞു, അല്ല, ഇവങ്കൽ ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ്. Amen. Disciples are asking about a blind man. Is it because him or his parents sinned against you? Isn't that why he is born blind? But the Lord says it is for the glory of God to be revealed in him. ചില രോഗങ്ങൾ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ്. Some sicknesses in our lives are for a revealing of the glory of God. എന്നാൽ യോഹന്നാൻ 5-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ നിങ്ങൾക്കറിയാം. In John chapter 5 we read about a person. 38 ആണ്ടുകൾ കുളക്കരയിൽ കിടക്കുകയായിരുന്നു. For 38 years he is waiting at the pool. അവൻ സൗഖ്യമായി. അത് കഴിഞ്ഞ് 5:14 ഒരു വാക്യമുണ്ട്. Jesus heals him, and in verse 14 of John chapter 5 he says something. അവിടെ കർത്താവ് അവനോട് പറയുന്നു, നോക്കാ നീ സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിന് ഇനി പാപം ചെയ്യരുത്. Amen. And Jesus clearly says to him, see, you are well, sin no more, that nothing worse may happen to you.
അധികം തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിന് ഇനി പാപം ചെയ്യരുത്. Amen. Do not sin again so that a worse thing may not happen to you. ഇനി പാപം ചെയ്താൽ അധികം തിന്മ വരും. Amen. So what is Jesus trying to imply? He's trying to imply if you get back into sin, something worse may happen. പാപം ചെയ്യരുത്. Amen. If you are saved once, don't go back into sin. സ്നാനപ്പെട്ട നീ പാപം ചെയ്യരുത്. If you are baptized and conformed to the Lord, don't sin, fall back to sin again. നീ പാപം ചെയ്യരുത്. If you still speak in tongues, don't sin back again. പാപം ചെയ്താൽ അധികം തിന്മ വരും. Amen. If you sin again, worse may happen to you. എന്താണ് അധികം തിന്മ? What do you mean by a form of worse? 38 ആണ്ടുകളാണ് ഇവൻ കിടന്നത്. I mean, 38 years he was waiting at the pool. അവനോട് പറയുകയാണ് അധികം തിന്മയായത് വരുമെന്ന്. And Jesus is saying something worse may happen to you. 38 ആണ്ടാണ് നീ കിടന്നത്. പാപം ഇനി ചെയ്താൽ ഇതിൽ കൂടുതൽ നീ കിടക്കേണ്ടി വരും. You already have waited for 38 years. If you go back to fall back to sin again, you may have to wait even longer. പ്രായമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. Amen. Older people must listen to me carefully. നിങ്ങൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. This is something that you need to take heed very seriously. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രായമുള്ളവര് രോഗക്കിടക്കയിൽ അവർ കിടക്കുകയാണ്. In this generation, there are a lot of older people who are bedridden. അവര് അവിടെ തന്നെ കിടന്ന് കഷ്ടതയോടെ അവിടെ കിടക്കുകയാണ്. And they are suffering in their beds. എനിക്കറിയാം ഒരു പാസ്റ്ററുടെ ഭാര്യ 13 വർഷം കിടന്നു. I know a pastor's wife who was bedridden for 13 years. അദ്ദേഹം വർഷങ്ങൾ കർത്താവിന്റെ വേല ചെയ്ത ദൈവദാസനാണ്. I know he served in the kingdom of God for so many years. 13 വർഷമാണ് ഒരേ കിടക്കയിൽ കിടന്നത്. For 13 years he was in bed. ഞാൻ അത് കണ്ടതോടെ എൻ്റെ ഭാര്യയോട് എന്ന് ഞാൻ പറഞ്ഞു, നീ മാനസാന്തരപ്പെട്ടോണം, ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കിടക്കേണ്ടി വരും. She was bedridden and I went and advised my wife, if you don't repent and come back, you may end up in bed for even more long years. കാരണം 50 വർഷം കർത്താവിന്റെ വേല ചെയ്ത അഭിഷിക്തന്റെ ഭാര്യ 13 വർഷം കിടന്നെങ്കിൽ സെക്രട്ടറിയുടെ ഭാര്യയുടെ കാര്യമായിരുന്നു. Amen. 50 years, if a pastor's wife was ended up in bed for 13 years, what would be the state of a church person's family? കമ്മിറ്റിക്കാരുടെ ഭാര്യമാരുടെ അവസ്ഥ പറയാനുണ്ടോ? What will be the condition of wives of church committee members? ഇനി സാധാ വിശ്വാസിയുടെ ഭാര്യയുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. And what will be the condition of the believers? അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Do you understand the intensity of things? നിങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. You will have to suffer on this earth. കാരണം ഇത് ക്രിസ്തീയ ജീവിതം വളരെ അപകടം പിടിച്ചതാണ്. Amen. Christian life is a risky, is a dangerous that has to be led very carefully. രക്ഷ സൗജന്യമാണ്. Amen. Salvation is free. അതിനുവേണ്ടി കൊടുത്ത വില വലുതാണ്. But the price that needs to be paid to sustain in it is big. നമുക്ക് രക്ഷിക്കപ്പെട്ടവന് ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവിയും വലുതാണ്. Everybody who are saved by the grace of God has a great future that is ordained by the Lord. വില കൊടുത്തവന് അവിടെ എത്തിക്കാനുള്ള ശ്രമമായി നടത്തുന്നത്. Amen. The one who has paid the price is doing all what he can so that you reach the destiny that he has for you. ഒരുപാട് പ്രായമുള്ളവരും ഇതുപോലെ കിടക്കയിൽ കിടക്കുകയാണ്. Amen. There are a lot of very older men and women who are in bed. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? Why does this happen? ഇത് ബാലശിക്ഷയാണോ? Is this a part of chastisement? ബാലശിക്ഷയുടെ 4 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. We learned about 4 things about chastisement. ബാലശിക്ഷയുടെ രണ്ടാമത്തെ ഉദ്ദേശം നിങ്ങളൊന്ന് ഓർക്കുക. Remember the second instruction, second intention behind chastising you. പ്രാപിക്കാനാണ് ബാലശിക്ഷ. It is so that we grow up in the holiness that the Lord has for us. വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ പാപം ഏറ്റുപറയണ്ടേ? If you have to walk in holiness, you must confess your sin, isn't it? ഏറ്റുപറഞ്ഞാണല്ലോ കരുണ പ്രാപിക്കുന്നത്. Only as you confess your sin, that is how you receive the mercy of God. ഏറ്റുപറയാതെ നമുക്ക് ആ വിശുദ്ധി പ്രാപിക്കാൻ പറ്റുമോ? Can we get into the holiness that the Lord has without sin, without confessing? ഒരിക്കലും പ്രാപിക്കാൻ പറ്റില്ല. We cannot get into that phase. അപ്പോൾ വിശുദ്ധി പ്രാപിക്കാത്ത ഒരാൾ മരിച്ചാൽ നരകത്തിൽ പോകത്തില്ല. Amen. If a person dies unholy and not holy, that person will end up in hell for sure. ബാലശിക്ഷയുടെ 4ാമത്തെ ഉദ്ദേശം മനസ്സിലായോ? What is the 4th intention behind chastisement? നരകത്തിൽ പോകാതിരിക്കാനാണ്. The Lord don't want you to end up in hell. That is why he is chastising you. വിശുദ്ധി പ്രാപിക്കാനാണ് ബാലശിക്ഷ. It is so that you walk in holiness, the Lord chastises you. നരകത്തിൽ പോകാനും ബാലശിക്ഷയാണ്. And there is also not ending up in hell, the Lord chastises you. ഇതിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഏറ്റുപറച്ചിലൂടെ മാത്രമേ വിശുദ്ധി പ്രാപിക്കത്തുള്ളൂ. There is only one way out of it. That is what the Lord has kept. It is by confessing sins. ഒരു വിശ്വാസിയുടെ ഇന്നത്തെ പെന്തക്കോസ്തിന്റെ വിശുദ്ധി അങ്ങനെ പോകുന്നെന്ന് അറിയാമോ? Do you know how today's Pentecostal word loses their holiness? നമ്മുടെ ഉപദേശങ്ങളും പ്രസംഗങ്ങളും ഒക്കെ എങ്ങോട്ടാ പോകുന്നെന്ന് അറിയാമോ? Do you know how our teachings and doctrines go?
ഇതെല്ലാം എക്സ്പീരിയൻസിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുകയാണ്. And we are all taking it into a place of experiential. കുറെ കഴിയുമ്പോൾ നമ്മൾ അങ്ങ് എല്ലാ തികഞ്ഞൊന്നൊരു ചിന്ത വരുന്നു. After a point we get into a place we know everything. നമ്മുടെ ജീവിതത്തിൽ കുറവില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു. Amen. There will be a thought in our lives that we are complete. നമ്മൾ ഓർക്കുന്നത് നമ്മൾ അങ്ങ് വിശുദ്ധിയിൽ തികഞ്ഞെന്നാണ്. And what we think to ourselves is that we are complete in holiness. എന്നെ പോലുള്ള സഞ്ചാരി ഉപദേശിമാർ വന്നു കഴിഞ്ഞാലും ഈ വിശുദ്ധിയുടെ പ്രസംഗം നടത്തുന്നത് മുഴുവനും ഈ കൊച്ചു കുഞ്ഞുങ്ങളോടാണ്. Amen. Traveling pastors also what they preach about holiness is to the younger generation, kids in the church. ഞങ്ങളുടെ നാട്ടിലൊക്കെ വടിയും കൊണ്ടാണ് പാസ്റ്റേഴ്സ് ഇരിക്കുന്നത്. Amen. Pastors stand and stay with a stick in their hand in India. ഇങ്ങനെ ഒരു വടി കാണും. There will be a stick, there will be cane stick. അതെടുത്ത് കുഞ്ഞുങ്ങളോടാണ് പറയുന്നത്. And to the kids is the pastor advising. കൊച്ചു കുഞ്ഞുങ്ങളുടെ നേരെയാണ് കാണിക്കുന്നത്. To kids the pastor is instructing. എന്നെ പോലുള്ള പാസ്റ്റേഴ്സ് വന്നാൽ അവരോട് ചോദിക്കുന്ന അഭിഷേകം പ്രാപിച്ചോ? Amen. Pastors, if the pastors come to a church, they ask the kids, have you received the anointing? കണ്ണടയ്ക്ക്. Close your eyes. കൈയടിക്ക്. To the children they say, clap your hands. അന്യഭാഷ പ്രാപിച്ചോ? Receive tongues. വിട്ടുകൊടുത്ത് ആരാധിക്ക്. Amen. Leave yourself, loosen up yourself in worship. കൊച്ചു കുഞ്ഞുങ്ങളോടാണ് ഈ വിശുദ്ധി പറയുന്നത്. It is to these kids we talk and emphasize about holiness. അവര് ചോദിക്കേണ്ട ചോദ്യം എന്താണെന്നറിയാമോ? You know what the exact question they need to ask back? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. Amen. It is for you all I'm asking that question. പാസ്റ്റങ്ങളെ, ഞങ്ങൾ ബൈബിള് കൊണ്ടുവരാത്തതിനാണ് ഞങ്ങളുടെ നേരെ വഴക്ക് പറയുന്നല്ലോ. ഞങ്ങളുടെ മമ്മി കൊണ്ടുവരാത്തതിന് കുഴപ്പമില്ല. Pastor is asking, Pastor, you are actually coming against me because I don't bring the Bible. Who will talk to my mother who doesn't bring the Bible? ഞങ്ങൾ കണ്ണടയ്ക്കാത്തതിന് ഞങ്ങളുടെ നേരെ വടി ഓങ്ങിയല്ലോ. ഞങ്ങളുടെ ഡാഡി കണ്ണടയ്ക്കുന്നില്ല, അതിന് കുഴപ്പമൊന്നുമില്ല. Amen. Pastor uncle, you are actually coming with a stick behind me because I did not close my eyes when I was praying. Who will go behind my dad who doesn't close his eyes when we are ഞങ്ങളോട് praying? ചോദിക്കുന്നല്ലോ അഭിഷേകം പ്രാപിച്ചോന്ന്. ഞങ്ങളുടെ അഭിഷേകമില്ല, അതിന് കുഴപ്പമൊന്നുമില്ല. Amen. You are asking us kids that you haven't received the anointing of the Holy Spirit. Who will ask our grandparents? They haven't received the anointing either. ഞങ്ങൾ കൈയടിക്കാത്തതിന് ഞങ്ങളെ വഴക്ക് പറയുന്നു. ഞങ്ങളുടെ അമ്മച്ചി കൈയടിക്കുന്നില്ല, അതിന് കുഴപ്പമില്ല. We are not clapping and you are rebuking us. Who will rebuke my grandmother who is not clapping her hand? നമ്മുടെ വിശുദ്ധിയുടെ പ്രസംഗങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് നേരെ മാത്രമാണ്. Amen. Our holiness sermons are to the kids of the church. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ചിന്ത പുറകോട്ട് പോകുന്നത് ആ വിശുദ്ധി എന്നാണ്. Amen. That is why what the children think to themselves is as you grow backwards is what is growing into holiness. അതുകൊണ്ടാണ് പറയുന്നത് മുമ്പോട്ട് വാ എന്ന് പറയുന്നത്. That is why we keep calling them forward. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. This is what is happening in reality today. ഇനി അതിന് മറുപടിയായിട്ട് എന്തായിരിക്കും പാസ്റ്റേഴ്സ് പറയുന്നത്? What would the pastors reply for that? നിങ്ങളാകുമ്പോ എതിർക്കുകയല്ലോ മക്കളെ. And pastor would say you wouldn't retaliate back. നിങ്ങളാകുമ്പം ഞങ്ങൾക്ക് അപകടമില്ലാതെ പോകാം. We are out of the danger zone when we talk to you. നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് എനിക്ക് തോന്നുന്നത്. I hope you understand tonight. ഇന്ന് രാത്രി നിങ്ങളാണ് മാനസാന്തരപ്പെടേണ്ടത്. You must understand that you all are the ones who need to repent. അടുത്ത തലമുറ നിങ്ങളെയാണ് കാണുന്നത്. Amen. The next generation is watching you. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ തലമുറ കാണുന്നത്. Your generations, your children are watching your prayer life. ഈ Amen. നാടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. Amen. There is no point in blaming the world outside. അമേരിക്കയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. There is no point in blaming the land of US you are in. അടുത്ത തലമുറയെ നേടാൻ നിങ്ങൾ വില കൊടുക്കണം. If you want to gain the next generation, you must be ready to pay the price. നിന്റെ തലമുറ നിന്റെ പ്രാർത്ഥന കാണട്ടെ. Amen. Let your children see the way you pray. നിന്റെ ആരാധന കണ്ടു വളരട്ടെ. Let them grow up watching you worship. ദൈവത്തോടുള്ള നിന്റെ കാഴ്ചപ്പാട് തലമുറ കണ്ടു വളരട്ടെ. Let the Lord see your affinity and perspective towards spiritual things. ആ വിശുദ്ധ ജീവിതം അവർ മാതൃകയാക്കണം. Let you become the role model for their holy life. അതിന് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തും. If you are not ready for it, you will end up putting yourself in danger. ഇവിടെ ക്രിസ്തീയ ജീവിതത്തിൽ വിശുദ്ധിക്ക് പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. In the Christian world, holiness is getting into a least important state. അപ്പോൾ നമ്മൾ ആ വിശുദ്ധിയിലേക്ക് എത്താതിരിക്കുന്തോറും കർത്താവ് നമ്മെ ശിക്ഷിക്കും. As you don't get closer to God in holiness, he will keep intensifying his chastisement. കർത്താവ് വെച്ച വ്യവസ്ഥ എന്ന് പറയുന്നത് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. Amen. Nobody will see the Lord without sanctification. അപ്പോൾ ഇന്ന് രാത്രി ഏറ്റു പറയാൻ നിങ്ങൾ തയ്യാറാകണം. You must be ready to confess your sins. ഏറ്റു പറയാത്ത ആൾ മരിച്ചാൽ നരകത്തിൽ പോകും. Amen. If you don't confess and you end up
you will end up in hell if you die. എന്നാൽ ഏറ്റു പറയാത്ത ആൾ നരകത്തിൽ പോകും എന്ന് പറയുമ്പോൾ നരകത്തിൽ വിടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. Amen. When we say you will end up in hell, the Lord also don't want you to end up in hell. കർത്താവ് പറഞ്ഞു ഞാൻ നരകത്തിൽ കളയത്തില്ല. I will not let you go into hell. എന്ന് കരുതി നമ്മൾ ഏറ്റു പറയുന്നുമില്ല. And we are also not confessing. അത് കരുതി എന്ന് കരുതി നരകത്തിൽ കളയാൻ പറ്റുമോ? And can he throw you into hell? അപ്പൊ കർത്താവ് മരണത്തെ ഡിലേ ചെയ്യാൻ തുടങ്ങും. And what the Lord will do is he will start delaying the death. ഇവിടെ കിടന്ന് നരകയാതന അനുഭവിക്കും. You will have to go through a lot of sufferings on this earth. അങ്ങനൊന്നും വരാതിരിക്കാൻ പ്രായമുള്ളവർ ഇന്ന് രാത്രി നിങ്ങൾ മടങ്ങി വന്ന് നിലവിളിച്ചോണം. Amen. Start crying out to the Lord in repentance, understanding where you stand. ബാലശിക്ഷയിൽ രോഗവുമുണ്ട്. Amen. Within chastisement includes sickness. രോഗശാന്തിക്ക് ദൈവം വെച്ച വ്യവസ്ഥയുണ്ട്. Do you know what is the protocol for healing? യാക്കോബ് 5:16 ഇത് കാണുന്നുണ്ട്. In James 5:16 you see. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപം ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. James chapter 5 verse 16 clearly says, confess your sins to each other and pray for each other so that you may be healed. തമ്മിൽ പാപം ഏറ്റുപറയണം. Amen. Confess your sins to one another. തമ്മിൽ പാപം ഏറ്റുപറഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. Confess your sins to one another and then pray for one അവിടെ another. ദൈവസന്നിധിയിലെ ഏറ്റുപറച്ചിലിന് വലിയ പ്രാധാന്യമുണ്ട്. There is so much of importance for confession. സൗഖ്യത്തിന് ദൈവം വെച്ച വ്യവസ്ഥയ്ക്കകത്ത് ഏറ്റുപറച്ചിലുണ്ട്. That is how you get healed. There is confession within it. ആ ഏറ്റുപറച്ചിൽ നടന്നാൽ മാത്രമേ സൗഖ്യമുള്ളൂ. Only if you walk in that confession there is healing for you. എന്തിനാണ് ദൈവം രോഗം കൊണ്ടുവരുന്നത്? Why does the Lord bring sickness into your life? ഏറ്റുപറയിക്കാൻ വേണ്ടിയാണ്. It is so that you may confess your sins. ഇന്ന് രാത്രി ചിലരെ രോഗവുമായിട്ട് ഇങ്ങനെ മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. There are some people who are battling with sicknesses in their body. എന്തുകൊണ്ട് എനിക്ക് സൗഖ്യം കിട്ടുന്നില്ല? Why am I not healed? നീ കർത്താവിന്റെ കണ്ണിൽ എവിടെയോ കുറവ് ഉള്ള വ്യക്തിയാണ്. Because somewhere in the sight of the Lord you are not perfect. എവിടെയോ നിഗളം നിന്നെ പിടിമുറുക്കിയിട്ടുണ്ട്. There are some sort of parts of arrogance inside of you. നീ ദൈവസന്നിധി താഴാനുണ്ട്. Somewhere you need to humble yourself. ദൈവത്തെക്കാൾ അധികം മറ്റെന്തിനെയോ നീ സ്നേഹിക്കുന്നുണ്ട്. It means you are loving something more than God. അതുകൊണ്ട് കർത്താവിന്റെ കരം നിന്റെ മേൽ വരികയാണ്. That means the Lord's hand is upon your life. ഈ വിശുദ്ധിയിലേക്ക് വരാൻ വേണ്ടി കർത്താവിന്റെ കരം നിന്റെ മേൽ വെളിപ്പെടുകയാണ്. His hand is revealed in your life so that you may walk in holiness. അതിനുവേണ്ടി കർത്താവ് രോഗങ്ങൾ കൊണ്ട് ശിക്ഷിക്കും. That is how the Lord brings sickness into your body. ഇന്ന് രാത്രി സൗഖ്യം വേണമെങ്കിൽ ഏറ്റുപറഞ്ഞേ മതിയാകും. If you want healing in your bodies, you must confess your sins. എന്നാൽ ഇത് തിരിച്ചറിയാതെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. And without realizing this reality, people are running into the hospital. ഇന്ന് രാത്രി സൗഖ്യം തരില്ലെന്നല്ല ഞാൻ I പറയുന്നത്. don't preach the Lord doesn't heal. സൗഖ്യം നടക്കും ഇവിടെ. There will be healings happening. ആർക്കാണ് അത് പ്രാപിക്കാൻ പറ്റുന്നത്? Who can receive it? കർത്താവിന്റെ മുൻപിൽ കുറവേറ്റ് പറയുന്നവർ. Anybody who will confess their weaknesses and sins in the presence of the Lord. തമ്മിൽ പാപമേറ്റു പറയുന്നവർക്ക്. Confess your sins to one another. ആ വ്യക്തികൾക്ക് മാത്രമേ സൗഖ്യമുള്ളൂ. Only those people have healing. ഇന്ന് രാത്രി ഏറ്റുപറയാൻ കഴിയട്ടെ കർത്താവിന്റെ മുമ്പിൽ സൗഖ്യം കർത്താവ് നൽകും. Amen. I pray that you be able to confess your sins in the presence of the Lord and healing is guaranteed by the Lord. അപ്പോൾ ബാലശിക്ഷയുടെ രണ്ട് ശിക്ഷകൾ വരുന്നത് ജഡത്തിലാണ്. Amen. Two things happen in our bodies as part of chastisement. രോഗലക്ഷണവും രോഗവും ജഡത്തിലാണ്. The first part is the symptoms or weakness and then we call about illness. എന്തിനാണ് കർത്താവ് ഇത് ചെയ്യുന്നത്? Why does the Lord do this? ആത്മാവ് നരകത്തിൽ പോകാതിരിക്കാൻ. It is so that our spirit doesn't end up in hell. ആത്മാവ് നരകത്തിൽ പോകാതിരിക്കാൻ ജഡത്തെ ശിക്ഷിക്കുകയാണ്. Amen. He is chastising our body or putting our body through suffering so that our spirit is saved and put into eternity. രണ്ട് ശിക്ഷകളും ജഡത്തിലാണ് വരുന്നത്. Both of these things that we meditated tonight is happening within our body. അത് രണ്ടും വന്നപ്പോൾ നമ്മൾ മരുന്നിലേക്ക് കൂടുതൽ ആശ്രയിച്ചു. Amen. As our body is suffering more and more, we started taking trust or taking our faith into the medicines of the world. പണമുള്ളത് കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിനെ കൂടുതൽ ആശ്രയിച്ചു. And more money we make, we give it up into the hospitals. പക്ഷേ കർത്താവ് എന്തിനാണ് ശിക്ഷിച്ചത്? But why did the Lord chastise you? കർത്താവിന്റെ അരികിലേക്ക് വരാനാണ്. It is so that you grow closer to God. കർത്താവിൽ നകലുകയാണ് നാം ചെയ്യുന്നത്. And here what happens is we are actually going afar and afar from God. കർത്താവ് പറയുന്നു മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ എൻ്റെ വാളിന് മൂർച്ച കൂട്ടും. Amen. God is saying, if you don't confess, I will sharpen my sword. നീ ഇതൊക്കെ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ നീ ഞാൻ നിന്നെ പോലെയുള്ള ഒരുവനാണെന്ന് കരുതിയെങ്കിൽ തെറ്റി ഞാൻ നിന്നെ ശിക്ഷിച്ച് നിന്റെ കണ്ണിൻ മുൻപിൽ ഇത് ഞാൻ നിരത്തി വെക്കും. Amen. He is clearly saying, if you think I'm not dealing with it with you right now, I will judge you and I will put all of these things in front of you. നമ്മൾ പ്രതിരോധിക്കാൻ നിന്നാൽ
ജഡത്തിൽ നിന്ന് അടി അടുത്ത സ്ഥലത്തോട്ട് മാറും. Amen. If we keep retaliating at that phase when the chastisement is in our body, this will move on to another extreme. അതായത് അടുത്തത് ദേഹിയിലേക്ക് പ്രവേശിക്കും. There it will get into our soul or our mind. ദേഹി എന്ന് പറയുമ്പോൾ പ്രാണൻ, ചിന്ത, വികാരങ്ങളുടെ ഉറവിടം, മനസ്സ്, മനസാക്ഷി, ബോധമണ്ഡലം എന്നെല്ലാം അർത്ഥവ്യാപ്തിയുണ്ട്. The source, what we talk about is our mind, our thoughts, our emotions and our consciousness, all of this included. അതായത് നാം മനസ്സുകൊണ്ട് എന്തിനെയൊക്കെ സ്നേഹിക്കുന്നോ അതിനെ ദൈവം തകർക്കാൻ തുടങ്ങും. The Lord will start touching and taking things out of your life that you love the most. ഞാൻ എന്നെ ഉദാഹരണമാക്കാം. And I want to place myself as an example here. അനീഷ് കൊല്ലം എന്ന ഞാൻ കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. Myself as I travel behind the Lord. എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ ഒന്ന് അകലുമ്പോൾ കർത്താവ് എന്നെ ശിക്ഷിക്കുന്നു. Amen. The Lord will start chastising me or instructing me when I move away from God. രണ്ട് ശിക്ഷ ജഡത്തിലാണ് വരുന്നത്. Two things will happen in our body that we heard. രോഗലക്ഷണവും രോഗവും വരുന്നു. It is about the symptoms of weakness and sickness. അത് വന്നിട്ട് ഞാൻ കീഴ്പ്പെടുന്നില്ല. And I am not surrendering at that point. ഞാൻ മരുന്നിലേക്ക് കൂടുതൽ And ആശ്രയിക്കുന്നു. then I am taking trust in medicines even more. കർത്താവിന്റെ മുമ്പിൽ കീഴ്പ്പെടുന്നില്ല. And I am not surrendering to the Lord. കർത്താവ് വാളിന് മൂർച്ച കൂട്ടുന്നു. And the Lord starts sharpening his sword. എവിടെ അടിക്കുന്നറിയാമോ? And do you know where he beats? ഞാൻ ഈ ഭൂമിയിൽ സ്നേഹിക്കുന്നതിനെ തകർക്കാൻ തുടങ്ങും. And the Lord will start taking out things that you love the most on this earth. എനിക്ക് രണ്ട് ആൺമക്കളുണ്ട്. And I have two children. രണ്ടുപേരും സെമിനാരി പഠിക്കുന്നു. And both of them are studying in a seminary. അവർ രണ്ടുപേരുടെയും ശവപ്പെട്ടിയുടെ തലയ്ക്കൽ എന്നെ പിടിച്ചിരുത്തും. And the Lord will place me at the head of their coffin box. എന്റെ രണ്ട് ആൺമക്കളുടെ ഡെഡ് ബോഡിയുടെ തലയ്ക്കലിരിക്കുമ്പം എനിക്ക് മരുന്ന് കഴിച്ചാൽ ആശ്വാസം കിട്ടുമോ? Amen. Will I be able to relax or will I be able to be comforted when I'm sitting near the coffin box of my sons if I take medicines? എന്റെ ഭാര്യയുടെ ശവശരീരത്തിന്റെ തലയ്ക്കൽ എന്നെ പിടിച്ചിരുത്തുമ്പോ എനിക്ക് പണം കൊണ്ട് ആശ്വാസം കിട്ടുമോ? If I sit near the coffin box of my wife, will any medicine pacify me? ഇന്ന് രാത്രി പരിശുദ്ധാത്മ വ്യക്തികളോട് ഇടപെടുകയാണ്. Amen. People, the Lord is talking to people. അപകടകരമായ ഒരു ആത്മീക ജീവിതം നിങ്ങൾ നയിക്കുന്നെങ്കിൽ മടങ്ങി വരണം ഈ രാത്രി. If you are living a dangerous Christian life, it is time to repent and come back. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ വരുത്താൻ ദൈവത്തിന് പറ്റും. Amen. The Lord can cause great losses in your life. നിങ്ങൾ ചോദിക്കും പാസ്റ്റർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വാക്യമുണ്ടോ? Amen. And you may ask, Pastor, is this all from the word? What are you talking about? ഇവിടെ ഞാൻ ആ വാക്യമൊന്നും പറഞ്ഞില്ല, പിന്നെ എവിടെ പോയി പറയാം? Amen. If I don't take those verses here, where else will I mention those? സമയത്തിന്റെ കുറവുണ്ടെങ്കിൽ ഞാൻ വാക്യങ്ങൾ പെട്ടെന്ന് പറയാം. Amen. I want to mention those verses even though we are running out of time. ആമോസ് 4:6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. Amen. The book of Amos, chapter 4, verse 6 to 11, you must meditate carefully. അവിടെ 5 വാക്യങ്ങളിലും ആവർത്തിക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. Amen. In those 5 verses, there is something repeatedly mentioned, but still you would not return to me. ദൈവം പറയുക എങ്കലേക്ക് തിരിഞ്ഞില്ല. Amen. You did not return to me. ദൈവം പറയുന്ന എങ്കലേക്ക് The തിരിഞ്ഞില്ല. Lord clearly saying, you did not return to me. തിരിക്കാൻ വേണ്ടി ദൈവം എന്താ ചെയ്തെന്നറിയാമോ? What did the Lord do for them to return to him? അവരുടെ ആഹാരം ഇല്ലാതാക്കി. The Lord brought hunger into the city. അവരുടെ മഴ മുടക്കി കളഞ്ഞു. The Lord took off rain from their city. അവരുടെ കൊയ്ത്ത് ഇല്ലാതാക്കി. All of their crops were gone. അവരുടെ കൃഷിയെ നശിപ്പിച്ചു. The Lord withheld their growth and harvest. അവരുടെ യൗവനക്കാരെ കൊന്നുകളഞ്ഞു. The Lord even killed their young men in war. മിസ്രയീമിൽ വരുത്തിയ ബാധ അവരുടെ മേൽ വരുത്തി. He brought all the plagues that he sent on Egypt once upon a time. സോദോമിന്റെ മേൽ ഗോമോറയുടെ വരുത്തിയ ഉന്മൂലനാശം വരുത്തി. He brought the destruction that fell on Sodom and Gomorrah. എന്നിട്ട് ദൈവം പറയുക എങ്കലേക്ക് തിരിഞ്ഞില്ല. Then again the Lord says, you still didn't return to me. അവിടെ 11-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. And in verse 12 he is clearly saying, prepare to meet your God in judgment. I will do such to you. പരിശുദ്ധാത്മാവ് ഈ രാത്രി വ്യക്തികളെ വ്യക്തമായി വിവേചിച്ചു ദൂത് പറയുകയാണ്. Holy Spirit is discerning every heart and calling out. ആത്മീയത്തിന്റെ അയഞ്ഞ സ്വഭാവം ഇന്ന് രാത്രി അവസാനിപ്പിക്കണം. Take out all the lousiness that you carry in concern with your spiritual life. ദൈവത്തിന് അറിയാം നിങ്ങളെ എവിടെ അടിച്ചാൽ നിങ്ങൾ മാനസാന്തരപ്പെടുമെന്ന്. God clearly knows where he must touch so that you may hurt. ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം എവിടെ തൊട്ടാൽ നീ കരയുമെന്ന്. The Lord clearly knows which part of your life he needs to touch so that you will cry. ദൈവത്തെക്കാൾ നിങ്ങൾ എന്തിനെയൊക്കെ സ്നേഹിക്കുന്നു അത് ദൈവം അറുത്തു മാറ്റും. The Lord will start taking away things from your life that you love more than him. അങ്ങനൊന്ന് വന്നു കഴിഞ്ഞിട്ട് പിശാചിനെ കുറ്റം പറയരുത്. There is no point in blaming Satan after all of this happening in our lives. Praise the Lord. Amen.
നിരവധി തെളിവുകൾ വാക്യത്തിലുണ്ട്. There are several evidences from the word. അബ്രഹാമിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. To Abraham, the Lord asked a question. നിന്റെ മകനെ എനിക്ക് വേണം. I want your son. നിന്റെ മകൻ നീ സ്നേഹിക്കുന്ന മകനാണ്. The very son that you love dearly. അവനെ എനിക്ക് വേണം. I want that son. ഞാൻ കൽപ്പിക്കുന്നിടത്ത് നീ അവനെ യാഗമാക്കണം. Amen. I want you to sacrifice him where I tell you to. നീ തന്നെ അവനെ വെട്ടി കീറി കത്തിക്കണം. Amen. You must chop him and cut him and place him on the altar. ഇസഹാക്കിന് ദൈവമാ കൊടുത്തത്. And the Lord gave Isaac. അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവമാണ്. The Lord is the one who brought out Abraham. ദൈവത്തിന് സിമ്പതി തോന്നുകയില്ല. Amen. There is no sympathetic part to God. ദൈവത്തിന് സിമ്പതി തോന്നാനാണെങ്കിൽ അബ്രഹാമിന് തോന്നണം. Amen. If the Lord had to show his sympathetic face, it was supposed to be revealed at that point. വിഗ്രഹാരാധന വിട്ട് കൂടിറങ്ങിയതാണ്. Amen. After leaving all the idolatry, he left behind God, Abraham. എല്ലാം വിട്ട് കർത്താവിന്റെ കൂടെ ഇറങ്ങിയതാണ്. And Abraham left behind everything and he's following God. പക്ഷെ ദൈവം ഉടമ്പടിയിൽ ദൈവം അയവ് വരുത്തുന്നവനല്ല. Amen. He is not a person he will relax or compromise in the covenant that you have with him. ഉൽപ്പത്തി 22 തുടങ്ങുമ്പോൾ അവിടെ ഒരു കാരണം പറയുന്നുണ്ട്. അതിന്റെ ശേഷം യഹോവ അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ There is one thing that is clearly written in Genesis chapter 22. Sometime later God tested Abraham. അതിന്റെ ശേഷം ദൈവം എന്ന് എഴുതിയിരിക്കുന്നത്. It is clearly written after that the Lord tested Abraham. എന്തിന്റെ ശേഷമാണ്? What is it after? What is it mentioned? എന്തുകൊണ്ടാണ് ഇസഹാക്കിനെ തിരിച്ചു ചോദിക്കുന്നത്? Why is God asking Isaac back? ദൈവം കൊടുത്തത് തിരിച്ചെടുക്കുന്നത് എന്തുകൊണ്ട്? Why is God asking in return the same very thing that he gave? അബ്രഹാം സ്നേഹിക്കുന്ന മകനെ തിരിച്ചെടുക്കുകയാണ്. And the Lord wants the very son that he gifted to Abraham, that Abraham loves. എന്തിന് ദൈവം അത് ചെയ്യുന്നു? What is the intention behind it? അതാ അവിടെ പറഞ്ഞ അതിന്റെ ശേഷം. That is why it is clearly written after these things. അത് 21:33 ഒരു സംഭവമുണ്ട്. There is something that is mentioned in Genesis 21:33. അവിടെ അബ്രഹാം ബേർശേബയിൽ ഒരു പിച്ചുര വൃക്ഷം നട്ടു. നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. കുറെ നാൾ ഫെലിസ്ത്യ ദേശത്ത് പാർത്തു. I mean, it is clearly written, then Abraham planted a tamarisk tree at Beersheba, and there he worshipped the Lord, the eternal God. And Abraham lived as a foreigner in Philistine country for a long time. അവർ ആരാധന കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നു, നിന്റെ മകനെ എനിക്ക് തിരിച്ചു വേണം. After a worship, the Lord is asking back his dear son. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരു കുഴപ്പമൊന്നും കാണുന്നില്ല. At that point, we don't see anything wrong in that verse. ഇതില്ലാതെ അബ്രഹാമിന്റെ ആരാധനകൾ നമ്മൾ കാണുന്നുണ്ട്. And we all know how Abraham worshipped in those previous contexts. 12-ാം അധ്യായത്തിൽ 7-ഉം 8-ലും അബ്രഹാമിന്റെ ആരാധനയുണ്ട്. In chapter 12, 7 and 8 we read how he worshipped. 13-18 ആരാധനയുണ്ട്. In 13, 18 also we read. അവിടെ എല്ലാം വായിക്കുന്നു, യാഗപീഠം പണിതു ആരാധിച്ചു, യാഗപീഠം പണിതു ആരാധിച്ചു, യാഗപീഠം പണിതു ആരാധിച്ചു. And there all we see he built an altar and offered worship, built an altar and offered a worship. 22:9 വായിക്കുന്നുണ്ട്, അബ്രഹാം ദൈവം കൽപ്പിച്ച സ്ഥലത്ത് ഒരു യാഗപീഠം പണിതു. In 22 verse 9 also we read he built an altar and then offered a sacrifice of worship. യാഗപീഠം പണിയുക എന്ന ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. So that means building an altar is not a light or a little thing, it is with utmost importance. എപ്പോൾ വരെയാണ് യാഗപീഠം പണിത് ആരാധിച്ചത്? Amen. Till when did he build an altar and offer worship to God? മമ്രയുടെ തോപ്പ് വരെ യാഗപീഠം പണിത് ആരാധിച്ചു. Till the root of Mamre he did the same thing. എന്നാൽ ഇസഹാക്ക് ജനിക്കുന്നതിന് മുൻപുള്ള ആരാധനയായിരുന്നു അത്. Amen. That was the style of his worship until Isaac was born into his life. ഇസഹാക്ക് ജനിക്കും മുൻപുള്ള ആരാധന വരെ യാഗപീഠമുള്ളതായിരുന്നു. Amen. Till Isaac was born into his life, every time he worshipped, he made sure he built an altar. ഇസഹാക്ക് ജനിച്ചത് ശേഷമുള്ള ആരാധനയാണ് 21:33 വായിക്കുന്നത്. But we read about a worship in Genesis 21:33, a style of worship after Isaac came into Abraham's life. ഇവിടെ സംഭവിച്ചത് യാഗപീഠമില്ലാത്ത ഒരു ആരാധന. And there we read he worshipped the Lord and there is no mention about building of an altar. എന്താണ് ദൈവത്തിന് പറയാനുള്ളത്? What is the Lord trying to convey? കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഇറങ്ങുമ്പോൾ അബ്രഹാമേ നിനക്ക് ഞാനേ ഉള്ളൂ. From Ur when you come out, Abraham, I am your only hope. ഇന്ന് ഈ കാണുന്നതൊന്നും നിനക്കില്ലായിരുന്നു. All that you see right now, you had nothing. ഇന്നുള്ളതൊന്നുമില്ലാത്തൊരു കാലമായിരുന്നു. There was a time in your life that you had nothing other than me. അന്ന് നിനക്ക് ഞാനായിരുന്നു വലുത്. At that point, I was the greatest for you. എല്ലാറ്റിലും വലുത് ഞാനായിരുന്നു. I was the greatest among all of the things in your life. ഒന്നാം സ്ഥാനം എനിക്കാ തന്നത്. You always prioritized me first. എവിടെ ചെന്നാലും നീ എന്നെ ആരാധിക്കുമായിരുന്നു. Wherever you were put in, wherever you go, you used
used to worship me. ഏറ്റവും വലുതായി നീ എന്നെ സ്നേഹിച്ചിരുന്നു. You loved me the biggest. സോദോം രാജാവ് പറഞ്ഞത് ദാസന്മാരെ താൻ ഞാൻ നിനക്ക് പണം ആടുമാടുകളെ തരാമെന്നാണ്. Amen. Even the king of Sodom said, give me your servants, I will give you cattle. അപ്പോഴും പറയും നിന്റെ ചെരുപ്പിന്റെ ഭാരം ഞാൻ സ്വീകരിക്കത്തില്ല, കാരണം നീ എന്നെ ധനവാനാക്കിയെന്ന് പറയാതിരിക്കേണ്ടതിന്. And here Abraham is replying saying, I will not take part of any of the things that you give because I don't want to give any credits or glory to your name. ദൈവത്തിന് പറയാനുള്ളത് പണത്തേക്കാൾ നീ എന്നെയാ സ്നേഹിച്ചത്. And God clearly understand he loved God more than money. എല്ലാറ്റിലും വലുതായി നീ എന്നെ സ്നേഹിച്ചു. You loved me more than anything, the Lord says. അതുകൊണ്ട് ഞാൻ നിന്റെ നിന്ന മാറ്റാൻ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നു. That is why I wanted to honor you again and again, and I gave you everything that you prayed for. വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഞാൻ തന്നു. I gave all what you needed in your life. ഞാൻ നിനക്ക് ഇസഹാക്കിനെയും തന്നു. I also gave you Isaac. എന്തിനാ ഞാൻ തന്നേന്ന് അറിയാമോ? Why did I give you? എന്നെ കൂടുതൽ സ്നേഹിക്കാൻ. It is so that you will get into a love relationship with me even deeper. എന്നോട് കൂടുതൽ അടുത്തു വരാൻ. It is so that you become closer to me even deeper. എന്നാൽ ഇസഹാക്കിനെ കിട്ടിയതോടെ എന്നോട് അകലാൻ തുടങ്ങി. But the moment you received Isaac, you started growing distance with me. എന്നെക്കാൾ നീ ഇസഹാക്കിനെ സ്നേഹിക്കാൻ You തുടങ്ങി. started loving Isaac more than God. അതുകൊണ്ടാ ദൈവം പറയുന്നത് നീ സ്നേഹിക്കുന്ന മകനെ എനിക്ക് വേണം. That is why God clearly calls out the son that you dearly love. I want him to be sacrificed. ആത്മാവ് വ്യക്തികളോട് ഇടപെടുകയാണ്. The Lord is talking to people this morning. ദൈവത്തെക്കാൾ സ്നേഹിക്കുന്നതിന് അധികം ആയുസ് ഉണ്ടാകത്തില്ല. Amen. Things that you love more dearly than God will not sustain for long in your life. ദൈവത്തെക്കാൾ ജോലിയെ സ്നേഹിക്കരുത്, അത് നഷ്ടപ്പെട്ടു പോകും. Amen. If you love your employment or job more than God, that will not sustain in your life. ദൈവത്തെക്കാൾ അധികം ഭർത്താവിനെ സ്നേഹിക്കരുത്, നഷ്ടപ്പെട്ടു പോകും. If you love your husbands more than God, you may end up losing him. ദൈവത്തെക്കാൾ അധികം ഭാര്യയെ സ്നേഹിക്കരുത്, നഷ്ടപ്പെട്ടു പോകും. If you love your wives more than God, you may end up losing them. ദൈവത്തെക്കാൾ അധികം മക്കളെ സ്നേഹിക്കരുത്, നഷ്ടപ്പെട്ടു പോകും. If you love your children more than God, you may also end up losing them. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. The Lord wants you to give him first priority over all the things. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നത് നീ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നു. Tonight the Lord is asking, how much do you love me? കഴിഞ്ഞ പകൽ ഞാൻ നിങ്ങളോട് കൃത്യമായി ഞാൻ പറഞ്ഞതാണ്. Last morning we heard this very clearly. ദൈവത്തിന് വേണ്ടി എന്ത് നഷ്ടപ്പെടുത്തിയാലും അത് നഷ്ടമാകത്തില്ല. Amen. Whatever you call a loss for God, for his name's sake, it will not be a loss. എന്നാൽ ദൈവത്തിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി എന്തിനെ സ്നേഹിക്കുന്നു അത് അധികം താമസമിനെ നഷ്ടപ്പെടും. But whatever you love that may grow a distance with you and God, that will not sustain in your life. ഞാൻ ഈ സന്ദേശം ഓഡിയോ എടുപ്പിച്ച് എന്തിനാ നിങ്ങൾ മനസ്സിലാക്കണം. You must understand why I wanted these sessions to be recorded. ഇതുവരെ നിങ്ങൾ കേൾക്കാതിരുന്നത് കൊണ്ട് പ്രശ്നമില്ലായിരുന്നു. I mean, there is no point that you all were okay because you did not hear these ഈ things. സന്ദേശം കേട്ട് കഴിയുമ്പോഴാണ് ഇതിന്റെ പ്രവൃത്തി നിങ്ങളിൽ ആരംഭിക്കുന്നത്. But once you have heard these truths is when the fruits must start happening in your life. അതുകൊണ്ട് പെട്ടെന്ന് ചില അപകടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് മടങ്ങി വരാൻ നിൽക്കരുത്. Amen. Don't wait till some danger occurs in your lives so that you may repent. ഒരുപാട് തെളിവുകൾ എനിക്ക് പറയാനുണ്ട്. I can give you a lot of evidences. ലൈവ് പൗസ് ചെയ്യാൻ പറ്റുമോ കുഞ്ഞെ? Can we cut the live? പൗസ് ചെയ്തേര്. ഇതൊന്ന് ഒരു 3 മിനിറ്റ്. For 3
Amen. I will leave after releasing these words. These words have power. It will come active. പിശാചിനെ കയറി കുറ്റം പറയാൻ നിൽക്കരുത്. And don't blame enemy or Satan again and again. കർത്താവിന് ആവശ്യം നമ്മൾ സ്വർഗ്ഗത്തിലെത്തണം. What the Lord desires or his priority is that you end up in heaven. അബ്രഹാം മകനുമായി മോറിയ കയറുക. And Abraham is walking up the Mount of Moriah with his son Isaac. മകനെ അതിലോട്ട് കൈകാലുകൾ കെട്ടിക്കിടത്തുകയാണ്. Amen. He tied his hands and legs and put him on the altar. കത്തി മകന്റെ നേരെ എടുക്കുകയാണ്. And there is a knife that he drew against his son. മകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് കേട്ടോ. There is one question that the son asked his father. ഡാഡി അങ്ങ് എന്നെയല്ലേ സ്നേഹിച്ചത്? Daddy, didn't you love me the most? അങ്ങേക്ക് ഏറ്റവും വലുത് ഞാനല്ലേ? Daddy, I am your most beloved. പക്ഷേ അബ്രഹാമിന് പറയാനൊരു മറുപടി ഉണ്ട്. നിന്നേക്കാൾ വലുത് എനിക്ക് ദൈവം. And Abraham pulls up a response saying, God is more valuable to me ഇന്ന് than രാത്രി you. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. That is what the Lord wants to hear from you. ഇതെല്ലാം തന്നത് ദൈവമാണ്. He is the one who gave you everything. അതുകൊണ്ട് ഇന്ന് രാത്രി തീരുമാനമെടുത്ത് ഉറക്കെ പറയണം, കർത്താവേ നീയാണ് എനിക്ക് വലുത്. That is why decide and shout out saying, Lord, you are the most important and valuable thing in my life. ദൈവത്തിന്റെ നാമനിമിത്തമോ സുവിശേഷ നിമിത്തമോ വീടോ വസ്തുവോ അപ്പനോ അമ്മയോ നിലങ്ങളോ വാഹനമോ ജോലി എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് 100 മടങ്ങ് ഉപദ്രവങ്ങളുടെ തരും കഴിവുള്ള ഒരുവനെ നാം സേവിക്കുന്നു. Amen. We are worshiping a God who clearly said, if you lose anything my name, I will restore it to you 100-fold. ഇന്ന് രാത്രി ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം കേട്ടോ. Let us come back to the first love that we have for ഇന്ന് Christ. രാത്രി തീരുമാനമെടുത്തേ പറ്റത്തുള്ളൂ. Tonight you must decide. 3 കാര്യം ഞാൻ പറഞ്ഞു. 3 things we should learn. രോഗലക്ഷണങ്ങളാണ്. We talked about weaknesses. രോഗങ്ങൾ വരും. We talked about illness. 3 മാനസിക പ്രയാസമാണ്. Then it is about the mental state being disturbed. ഇത് വന്നാലും മെരുങ്ങാത്തവരുണ്ട്. And there are also people who don't get back or return to God after all these 3 phases. ബാലശിക്ഷയുടെ 4ാം ഘട്ടം എന്താണെന്നറിയാമോ? What is the 4th phase of chastisement? ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. Amen. That is why many of you are weak and sick. 1 Corinthians 11:30. അനേകരും നിദ്ര കൊള്ളുന്നു. And a lot, many have died. കൊയ്മാവോ എന്ന പദം Amen. ഉപയോഗിക്കുന്നു. Koimao is the root word that's used there. ശാരീരിക മരണമാണ്. Amen. It is the death in the physical realm. ദൈവം മുറിച്ചു മാറ്റും. The Lord will uproot you. നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരുപാട് മരണങ്ങൾ എനിക്ക് എടുത്തു പറയാനുണ്ട്. Many deaths I can account for. നിരവധി ആക്സിഡന്റ് മരണങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. There are several untimely accidental deaths. പലരുടെയും മുൻപിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. And there are several questions that are also arising with it. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കേൾക്കുന്നൊക്കെ പെട്ടെന്നുള്ള ഒരുപാട് മരണങ്ങളാണ്. Amen. And we are also so used to hearing these sudden deaths around us. ഈ മരണത്തെ എല്ലാം നമ്മൾ പിശാചിന്റെ പേരിലാണ് പറയുന്നത്. And we all account it to Satan for most of the times. നമ്മൾ പറയുന്നത് അതെല്ലാം സാത്താനാണ്. And we all say it is Satan. സാത്താൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. And Satan has no clue about all of these things. എബ്രായർ 2:14-15 നിങ്ങൾ ശ്രദ്ധിക്കുക. Hebrews chapter 2:14 and 15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയതായതുകൊണ്ട് അവനെ വരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയെ പിശാച് തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. Since therefore the children share in flesh and blood, he himself likewise partook of the same thing, that through death he might destroy the one who has power of death, that is the devil. മക്കൾക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണത്. There is a blessing that are given to the children. അവരുടെ മേൽ മരണത്തിന്റെ അധികാരിയായ പിശാചിന് ഇനി സ്ഥാനമില്ല. There is no place for the devil who had sin in his hand. He has no reign over them. അപ്പോൾ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. Amen. The Lord broke the power of the devil who had the power of death through his death. ഇപ്പൊ മരണത്തിന്റെ അധികാരി പിശാച് അല്ല. Now death is not handled by Satan anymore. അത് മക്കളോട് ബന്ധപ്പെട്ടാണ്. And this is in relation to children. കാരണം നമ്മൾ പുത്രന്റെ രാജ്യത്തിലാണ്. Because we are living in the sonship of God. അതുകൊണ്ട് തന്നെ നമ്മുടെ മേലുള്ള മരണത്തിന്റെ അധികാരം പിശാചിനല്ല. That means the death over our life is not controlled by the enemy or Satan. നമ്മൾ ഇത് അറിയാതെ ഇപ്പോഴും പിശാചിന്റെ പേര് പറയുകയാണ്. And we don't know this reality and we still blame things on നമ്മൾ Satan. പറയുന്ന പാസ്റ്റേഴ്സിനെ ഒക്കെ കൊല്ലുകയാണ് പിശാച്. Amen. And we blame Satan for pastors dying. പിശാച് പറയുന്നത് ഇവർക്കൊന്നും ബോധമില്ല എന്നാണ്. And Satan is asking, are they not sane? എടാ നിങ്ങളുടെ അപ്പൻ തന്നെയാണ് നിങ്ങളെ കൊല്ലുന്നത്. It is your own father who is killing you. എടാ അദ്ദേഹത്തിന് കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. He clearly has a master plan, your God the Father. നീ അത്
ദൈവഹിതമല്ലാത്ത രീതി പോകുമ്പോ അവൻ മുറിച്ചു മാറ്റും. Amen. If you walk in a way that he is not pleased with, he will destroy you. അവസരം തരുമ്പോൾ നീ അത് മനസ്സിലാക്കി മടങ്ങി വരണം. When the Lord gives you a chance to repent and confess and return back to God, you must utilize that opportunity. വെളിപ്പാട് 1:18-19 നിങ്ങൾക്കറിയാം. Revelations 1:18-19 we ഞാൻ know. മരിച്ചവനായിരുന്നേക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നു. Amen. I was dead once and I live forever. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്. I hold the keys of death and the grave. കർത്താവ് പറയുന്നു മരണത്തിന്റെ താക്കോൽ ഇപ്പോ എന്റെ കയ്യിലാണ്. Amen. And Lord himself, he says, I hold the keys of death. കർത്താവിന്റെ കയ്യിലാണ് മരണത്തിന്റെ താക്കോൽ. I hold the keys. നമ്മൾ ഇതറിയാതെ ഇപ്പോഴും പിശാചിന്റെ പേര് പറയുക. We still are not aware of this fact and we still blame the enemy. നമ്മൾ പറയുന്നത് അവരെ പിശാച് കൊന്നതാ. Amen. We call out and we say the enemy took them out of the face of the പിശാച് earth. പറയുന്നത് താക്കോൽ എന്റെ കയ്യിലില്ല. And the enemy is clearly calling out and saying, I don't have the keys for death. താക്കോൽ കർത്താവിന്റെ കയ്യിലാണ്. Amen. The keys of death are with our God Almighty. കർത്താവ് അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. Without the Lord allowing or getting, it will not come to pass. ഇന്ന് രാത്രി ഭയപ്പെട്ടേ പറ്റൂ. Tonight you must get into a phase of fear. പിശാചിനെ ഭയം, ആ ദൈവത്തെ ഭയമില്ല. Amen. What happened to today's world is that we are so fearful of Satan but not of God. ഇന്ന് രാത്രി ദൈവത്തെയാ ഭയപ്പെടേണ്ടത്. Amen. You must fear God tonight. ഭയത്തോടെ യഹോവയെ സേവിക്കണം. Amen. Serve the Lord with his fear. വിറയലോടെ ഘോഷിച്ചുല്ലസിക്കണം. Amen. Worship the Lord with trembling. നമ്മൾ പറയുന്ന വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല പാസ്റ്റർ. And what we justified is if there is a promise over your life, nothing will happen to your life. അതാണ് ചിലരുടെ പാപം ചെയ്യാനുള്ള ലൈസൻസ്. And for some people, it is the license to sin. ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. The Lord is faithful in his promise. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമല്ലേ. And promises are our treasure. കല്ലേ വെച്ച് ചതച്ചാലും നമ്മൾ പരിചയല്ല. Amen. Even if we are paced, if we are even we are destroyed, we will not die. എന്റെ ചോദ്യം ഏറ്റവും വലിയ വാഗ്ദത്തം കേട്ടത് ഇസ്രായേൽ മക്കളാണ്. Amen. My question, the biggest promise ever the history has seen that has received from the Lord is to the Israelites. ഇസ്രായേൽ മക്കൾ കേട്ട ദൂത് പോലെ വേറെ ആരും കേട്ടിട്ടില്ല. Amen. Like how Israelites heard the promise of God, nobody on the face of earth has ever received. ആ ദൂത് ദൈവം ആദ്യം പറയുന്നത് മോശയോടാണ്. And that promise comes to Moses in the very beginning. ആ ദൂത് ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അഹരോനാണ്. And Aaron is the one who translates that promise into the mankind. ആ ദൂത് കേട്ട് വർഷിപ്പ് ചെയ്ത ആദ്യ വർഷിപ്പ് ലീഡർ മിരിയാമാണ്. Miriam is the worship leader who received that word and worshipped the Lord. ഇവരെല്ലാം മരിച്ചുപോയി. And all of these people died. എബ്രായർ 3:15 കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. Hebrews chapter 3 verse 15 says, പാപം ചെയ്തവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണു. Amen. Everybody who sinned, their dead bodies fell in the wilderness. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടതിന് ഭയത്തോടെ ദൈവത്തെ സേവിക്കണം. So that you don't end up for the same eternal cause, return back to the Lord with trembling and fear. ചെയ്തതും പ്രവർത്തിച്ചതും ഒന്നും അല്ല ദൈവം നോക്കുന്നത്. Amen. The Lord does not completely look into what your actions and what you did. അങ്ങനെ ആയിരുന്നെങ്കിൽ മോശയോട് തോന്നണത്. Amen. If it was that, the Lord would have showed that to Moses. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വാഗ്ദത്തം ദൈവം പറയുന്നത് പാപം ചെയ്യാനല്ല. Tonight the Lord gives you promises. It's not a license for you to sin again. വാഗ്ദത്തം പറയുന്നത് വിശ്വസ്തരായി ജീവിക്കുന്നവർക്ക് അത് ലഭിക്കും. അത് മാത്രം കേട്ടാ മതി. It is only for people who faithfully serve the Lord will receive those promises that he has. വാഗ്ദത്തത്തിൽ ദൈവം വിശ്വസ്തനാകുന്നത് വിശ്വസ്തരായവരോടാണ്. Amen. The Lord is faithful to the promises he had said to the faithful servants of God. അതുകൊണ്ട് ഇന്ന് രാത്രി വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്, നീയും വിശ്വസ്തരായിരിക്കണം. Amen. The Lord is faithful in his promises. You must also be faithful. Amen. 1 യോഹന്നാൻ 5:16 ഒരു വാക്യമുണ്ട്. 1 John 5:16 has a verse. സഹോദരൻ, മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കുക. കർത്താവിന് ജീവനെ കൊടുക്കുക. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. If you see a fellow believer sinning in a way that does not lead to death, you should pray and God will give that person life. But there is a sin that leads to death, and I'm not saying you should pray for those who commit it. ഇന്ന് രാത്രിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, വിശ്വാസിയെ മുറിച്ചു മാറ്റുന്ന മരണത്തിന് വിധിക്കുന്ന പാപമുണ്ട്. There is a sin that would lead any believer to death. ഞാൻ ഇവിടം കൊണ്ട് ഞാൻ നിർത്താൻ പോകുകയാണ്. I'm going to conclude tonight here. ഇവിടുന്ന് ഞാൻ ഇനി പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പറയേണ്ടി വരും. If I go further from here, I will have to talk a lot. ഇത് ചിലരുടെ അവസാന രാത്രിയാണ്. I mean, tonight these are the final days of some people. ചിലരുടെ അവസാന ഉപവാസമാണ്. Some people are finally fasting. This would be their last ever day. എൻ്റെ കാര്യം മരിച്ചു പോകും. Some people may end up dying. ചിലരെ ദൈവം മുറിച്ചു കളയും. Some people will be uprooted.
ഞാൻ പറയുമ്പം നിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നൊരു ചിന്ത വരും. I mean, you may think that you are fearful here. ഭയപ്പെട്ടേ പറ്റൂ. I'm instilling fear, you may think, but you must be fearful. Don't ever sin again. ദൈവഹിതത്തിലേക്ക് വരണം. Come back to the will of God. ദൈവ സ്നേഹത്തിലേക്ക് വരണം. Amen. You must return back to the love of God. വിശുദ്ധിയിലേക്ക് വരണം. You must come back to the holiness of God. പോകരുത്. Don't end up in hell. ഇത് കർത്താവ് നോക്കുന്നു. This is what the Lord sees. അതുകൊണ്ട് ഇന്ന് രാത്രി ആത്മീയമായ അലസതകൾ ഒഴിവാക്കണം. Tonight, leave all the attitude that is making you lukewarm or lousy in concern of your spiritual life. ഉടമ്പടി ദൈവത്തോടാണ്. Amen. Your covenant is with the living God. നിങ്ങൾ കർത്താവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. You are brought out with a price. ആ വിലയ്ക്ക് വാങ്ങപ്പെട്ട നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം കർത്താവിനാണ്. That very price is paid by the Lord, and He is responsible for what He has brought out. അതുകൊണ്ടാ പറയുന്നത് അവൻ തന്റെ തോട്ടത്തിലേക്ക് വരും, ഇഷ്ടമുള്ള പൂ പറിക്കും. Amen. He will pluck out the flowers that He loves. That is what it says. യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യും. അവന്റെ കൈ തടുപ്പാനോ നീ എന്തുകൊണ്ട് ചെയ്തെന്ന് ചോദിക്കാനോ ആർക്കും കഴിയില്ല. Jehovah does what He wills and what is right to Him. Who will stop Him and who will question Him? നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പി. Amen. Tremble and don't sin ever again. ഇന്ന് രാത്രി രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. Amen. There is a way out of this. അപ്പന്റെ മുമ്പിൽ സറണ്ടർ ആകുക. The only way is to surrender to the Father. സ്നേഹമുള്ള അപ്പനാണ്. Father is a loving God. ഇത് കേട്ട് നിങ്ങൾ ഇപ്പോഴും വിഷമിക്കരുത്. Amen. Don't be upset. കർത്താവ് പറയുന്നു സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. Amen. The Lord only chastises people whom He loves. സ്നേഹം കൊണ്ടല്ലേ. So that is because coming out from a heart of love. സ്നേഹത്തെ നിങ്ങൾ അറിയണം. Amen. You must understand the heart of God that He loves. ഇന്ന് രാത്രി ആ സ്നേഹിക്കുന്ന അപ്പൻ ഇടപെടുന്ന വാക്കുകൾ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുക. You must take into serious consideration the words of a loving Father. 1 പത്രോസ് 4:17 ഒരു വാക്യമുണ്ട്. നീതിമാൻ പ്രയാസേണ രക്ഷ പ്രാപിക്കുന്നെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? 1 Peter 4:17 says, if Amen. നീതിമാൻ പ്രയാസേണ രക്ഷ പ്രാപിക്കും. Amen. If he comes out of the judgment with a great terrible fate, what would be the face of a godless sinner? എല്ലാ കണ്ണുകളും അടയട്ടെ. Let every eyes be closed. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം. Amen. Let's all rise to our feet. ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. I have